ഏതായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മരണ വീട് പോലെയാണ്. മുൻപൊക്കെ ബംഗ്ലാദേശിനും ശ്രീലങ്കയുമൊക്കെ പുകഴ്ത്തി കാണിച്ചുകൊണ്ടും ഇന്ത്യയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ട്വിറ്റർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ ബംഗ്ലാദേശിലേക്ക് നോക്കുന്നില്ല, കമാന്നൊരക്ഷരം പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര പെട്ടെന്നൊന്നും മായ്ക്കാനും മറയ്ക്കാനും കഴിയില്ല. ഇതാ ഒരുപാട് ട്രോളുകൾ വരികയാണ്. അതിലേറ്റവും വലിയ ഒരു ഹാഷ്ടാഗായി മാറിയിരിക്കുന്നത് ബഹുത്ത് ബെഡ ഫ്രോഡ് ഹേ എന്നാണ്, വലിയ തട്ടിപ്പെന്നാണ് വരുന്നത്. കാരണം 2024 ജൂൺ മാസത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് GPIയുടെ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ റാങ്കിങ് 3ആണ്. ഇന്ത്യയുടെ റാങ്കിങ് 116. അതായത് ഇന്ത്യയിൽ സമാധാനമില്ലാത്ത ഒരു രാജ്യമാണ്, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ കൗതുകകരം 100ാം സ്ഥാനത്ത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ അവസ്ഥ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അത് 100ാം സ്ഥാനത്തും ഇന്ത്യ 116ആണ്. സമാധാനം ഇല്ലാത്ത ഒരു രാജ്യം, സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത രാജ്യം. ഏറ്റവും കൂടുതൽ സമാധാനപരമായും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമായിരുന്നു 2024 ജൂൺ വരെ ഈ ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി സന്തോഷ സൂചികയിൽ വളരെ ഉയർന്ന ഒരു റാങ്കിങ് ആയിരുന്നു ശ്രീലങ്കയ്ക്ക് 2 വർഷത്തിന് മുൻപുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാം. ഇനി ഈ വ്യാപകമായി പ്രചരിച്ചിരുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇന്ത്യയേക്കാൾ പെട്രോളിൻ്റെ വില കുറവാണ് എന്നാണ്, പാകിസ്ഥാനിൽ കുറവാണ് എന്നായിരുന്നു കുറേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി നെറ്റിൽ തപ്പിയാൽ കിട്ടും. മുട്ടയുടെ വില മാത്രം തിരക്കിയാൽ മതിയാകും. ഏതായാലും പാല് കിട്ടാനില്ലാതെ ഒരവസ്ഥയാണ് പാകിസ്ഥാനിൽ. ഗോതമ്പ് നമ്മൾ കൊടുത്താൽ കുറച്ച് പേർ കഞ്ഞി കുടിക്കും. ഇതാണ് അവിടുത്തെ കഥ. ഏതായാലും ഇന്ത്യയെ ഇകഴ്ത്തിക്കെട്ടാനായി ഉയർന്നു വരുന്ന 3 രാജ്യങ്ങളുടെ ഗതികളാണ്. 1 പാകിസ്ഥാൻ, 2 ശ്രീലങ്ക, 3 ബംഗ്ലാദേശ്. അതായത് ഈ ജൂൺ മാസം, ഇത് ആഗസ്റ്റാണ്, ഒരു മാസത്തിന് മുമ്പ് വരെ ഈ ഗ്ലോബൽ പീസ് ഇൻഡെക്സും പലതരം ഗ്ലോബൽ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന NGOകളുടെ വലിയ റിപ്പോർട്ട് വെച്ച് തള്ളിമറിച്ച മാധ്യമങ്ങളും അതിട്ട് പൊളച്ചവരൊന്നും ഇപ്പോൾ കാണാനില്ല. എല്ലാവരും മുങ്ങി. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും മറക്കില്ല. കാരണം അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം ഇനിയിപ്പം നിലവിൽ ഇന്ത്യയുടെ ചുറ്റോട് ചുറ്റും കിടക്കുന്നവരൊക്കെ ഒരു വഴിയായി ഇനി പുകഴ്ത്തിക്കൊണ്ട് വരാനായിട്ട് ഇന്ത്യയുടെ ചുറ്റും വേറെ രാജ്യങ്ങളില്ല എന്നുകൂടി ഓർക്കുക. കാരണം മാലി, ശ്രീലങ്ക, പാകിസ്ഥാൻ, മ്യാൻമാർ, ഒപ്പം ഇപ്പോഴിതാ ബംഗ്ലാദേശ്, ഇനിയുള്ളത് ചൈനയാണ്. ഇന്ത്യയും മാത്രമായിട്ട് അവശേഷിക്കുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ജനത്തിന് നല്ല പോലെ മനസ്സിലായി. ഏതായാലും ശ്രീലങ്കയ്ക്ക് പിന്നാലെ സന്തോഷത്തിൽ ആറാടുകയാണ് ബംഗ്ലാദേശികൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.